നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആഗോള നിക്ഷേപ സംഗമമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിക്ക് നാളെ റിയാദിൽ തുടക്കം. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 20ഓളം രാഷ്ട്രപ്രതിനിധികൾ പങ്കെടുക്കും. ആഗോള നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും സാങ്കേതിക വിദഗ്ധരും സംഗമത്തിനെത്തും. സംഗമത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അന്താരാഷ്ട്ര മാധ്യമ സംഘത്തോടൊപ്പം 24 ഉണ്ടാകും. ലോക സാമ്പത്തിക ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഉച്ചകോടിയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ നാളെ റിയാദിൽ ആരംഭിക്കുന്ന ഉച്ചകോടി 4 ദിവസം നീണ്ടു നിൽക്കും. റിയാദിലെ കിങ് അബ്ദുലസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററാണ് പ്രധാന വേദി. ആഗോള സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും സംഗമത്തിലുണ്ടാകും. സമൃദ്ധിയുടെ താക്കോൽ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 20ഓളം രാഷ്ട്രതലവന്മാരും 650ഓളം പ്രസംഗകരും 8000-ലധികം പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സുസ്ഥിര വികസനം, സാങ്കേതിക വിദ്യയുടെ ഭാവി, ആഗോള ഊർജ്ജ പരിവർത്തനം, ആരോഗ്യ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സൗദി അറേബ്യയുടെ വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആഗോള നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും ഉച്ചകോടി കാരണമാകും. സുപ്രധാന പ്രഖ്യാപനങ്ങളും വൻകിട നിക്ഷേപ കരാറുകളും ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 റിയാദ്. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിലെ ക്വാലാലംപൂരിൽ തുടക്കമായി. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള നിർണായക സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഒപ്പുവച്ചു. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആസിയാൻ രാജ്യങ്ങളുടേതുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വർഷങ്ങൾ നീണ്ട അതിർത്തി തർക്കത്തിന് അവസാനം കുറിച്ച ആസിയാൻ ഉച്ചകോടി. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന കരാർ ഒപ്പിട്ടു. കരാറിനെ ക്വാലാലംപൂർ സമാധാന ഉടമ്പടി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സമാധാന കരാറിനു പുറമെ തായ്ലൻഡുമായി ധാതു കൈമാറ്റ കരാറും കംബോഡിയയുമായി സുപ്രധാന വ്യാപാര കരാറിലും ട്രംപ് ഒപ്പിട്ടു. ലോകസമാധാനം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയേക്കാൾ മെച്ചമാണ് തന്റെ പ്രവർത്തനമെന്നും 8 യുദ്ധങ്ങൾ 8 മാസക്കാലയളവിൽ അവസാനിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആസിയാൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. आसियान भारत की एक्ट ईस्ट पॉलिसी का मुख्य स्तंभ है. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, സമുദ്ര സുരക്ഷ, ശാസ്ത്രം, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ ആസിയാനുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പക്ഷാഘാതം വന്ന് ജിദ്ദയിൽ 2.5 വർഷത്തോളമായി കിടപ്പിലായിരുന്ന ഇന്ത്യൻ പൗരൻ നാട്ടിലേക്ക് മടങ്ങി. ബീഹാർ സ്വദേശിയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ജിദ്ദ കേരള പൗരാവലിയുടെ ഇടപെടലിനെ തുടർന്ന് വ്യവസായി ഡോക്ടർ ഷംസീർ വാലിന്റെ നേതൃത്വത്തിലുള്ള സൗദി RPM സാമ്പത്തിക സഹായം നൽകി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ കൂടി ആയതോടെ ഇയാൾ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. പക്ഷാഘാതം വന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2.5 വർഷത്തോളമായി ഒരേ കിടപ്പിലായിരുന്നു ബീഹാർ സ്വദേശിയായ വീരേന്ദർ ഭഗത് പ്രസാദ്. ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയെക്കുറിച്ച് 24ലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. 24 വാർത്തയെ തുടർന്ന് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ജിദ്ദ കേരള പൗരാവലി വിഷയത്തിൽ ഇടപെട്ടു. ഡോക്ടർ ഷംസീർ വാലിൽ ചെയർമാനായ സൗദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സർവീസസ് അഥവാ സൗദി RPM രോഗിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സാമ്പത്തിക നിയമസഹായം കൂടി ലഭിച്ചതോടെ വീരേന്ദർ ഭഗത്തിന് നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസിൽ നാട്ടിലെത്തിയ രോഗിയെ ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടപെട്ട എല്ലാവർക്കും ജിദ്ദ കേരള പൗരാവലിയുടെ ജീവകാരുണ്യ വിഭാഗം നന്ദി പറഞ്ഞു. 24-ൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ 24-ന്റെ റിപ്പോർട്ടർ നമ്മളെ അറിയിക്കുകയും നമ്മൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും അത് കഴിഞ്ഞ് കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലേറ്റിൽ അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതിനൊരു സ്പോൺസറെ കണ്ടെത്തണമായിരുന്നു. അത് നമ്മുടെ ഡോക്ടർ ഷംസീറിൻ്റെ RPM എന്ന കമ്പനിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. 24 തന്നെയാണ് അതും കോൺടാക്ട് ചെയ്തിട്ട് അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. അത് ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. ഏതാണ്ട് 2 മാസക്കാലത്തോളം ഇതിൻ്റെ പിന്നാലെ നമ്മൾ കോൺസുലേറ്റും ഹോസ്പിറ്റലുമായിട്ട് നടന്ന് 24 ഇങ്ങനെ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഇറങ്ങാനെ കൊണ്ട് സാധിച്ചത്. അതിൽ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. സാമ്പത്തിക സഹായത്തോടൊപ്പം രോഗിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഡോക്ടർ, നഴ്സ് എന്നിവരെ നൽകിയതും ആംബുലൻസ് സേവനം നൽകിയതും സൗദി RPM ആയിരുന്നു. സ്ഥാപനത്തിന്റെയും ചെയർമാന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് സൗദി RPM ടെറിട്ടറി മാനേജർ അബ്ദു സുബ്ഹാൻ പറഞ്ഞു.
24-ന്റെ ഇടപെടൽ മൂലമാണ് ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വയലിൻ്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങളുടെ മെഡിക്കൽ ടീം ഈ രോഗിയെ സന്ദർശിക്കുകയും യാത്രയ്ക്ക് വേണ്ട എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. വിഷൻ 2030യുടെ ഭാഗമായിട്ട് സൗദിയിലെ കിങ്ഡം വൈഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ, ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് ട്രാൻസ്ഫർ, മെഡിക്കൽ ഇവാക്വേഷൻ എന്നിവ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചെയർമാൻ്റെ ഒരു വിഷനാണ്. ഇത്രയും കാലം പരിചരിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ആശുപത്രി അധികൃതർ. He admitted in our hospital in deep coma with big stroke and improving now, and he can understand and respond to our talk. And asking him, he's very happy to go India. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രി കഴിഞ്ഞ ഏതാനും കാലമായി പ്രവർത്തിച്ചത് ഈ ഒരു രോഗിക്ക് വേണ്ടി മാത്രമായിരുന്നു. രോഗി നാട്ടിലേക്ക് മടങ്ങിയതോടെ അവശേഷിക്കുന്ന ജീവനക്കാരിൽ പലരും ആശുപത്രിയിലെ സേവനം അവസാനിപ്പിക്കുകയാണ്. ഷമീർ നദ്വി, അലി തേക്കുത്തോട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പൗരാവലിക്ക് വേണ്ടി മുന്നിലുണ്ടായിരുന്നത്. 24 വാർത്തയെ തുടർന്ന് ഇടപെട്ട ജിദ്ദ കേരള പൗരാവലിയും RPM-ഉം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റുമൊക്കെ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് രോഗി നാട്ടിലെത്തിയത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഒമാനിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ കൊടിയിറങ്ങി. 3 ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ ഒത്തുചേരലായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ. മനുഷ്യത്വമുള്ളവരാകാം, സമാധാനം പുലരട്ടെ എന്ന പ്രമേയത്തിലാണ് ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളിലായി മസ്കറ്റിലെ അമീറാത്ത് പാർക്കിൽ നടന്ന മേള ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. 4 നൂറ്റാണ്ടിന് ശേഷം മസ്കത്ത് സന്ദർശിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒമാനിലെ പ്രവാസ ലോകം ആവേശത്തോടെയാണ് വരവേറ്റത്. പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും പരാമർശിച്ചത്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് സമാനമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ. ഉത്സവ പ്രതീതിയുള്ള ഒരു നഗരി ഒരു പ്രദേശത്ത് വിദേശ രാജ്യത്ത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളി സമൂഹം ഈ ഉദ്ഘാടന ചടങ്ങിനെ ഏറ്റെടുത്തു, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിനെ ഏറ്റെടുത്തു. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ആളുകൾ മേളയ്ക്കെത്തി. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടൊപ്പം ഒമാനിലെ തനത് കലാരൂപങ്ങളും മേളയിലുണ്ടായിരുന്നു. കേരളത്തിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ കനൽ ടീം അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി. ശാസ്ത്ര പ്രചാരകനായ രതീഷ് കൃഷ്ണൻ ശാസ്ത്രമേളയിൽ മുഖ്യാതിഥിയായി എത്തി. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആയിരുന്നു സയൻസ് ഫെസ്റ്റ്. ഒമാനിലെ 30ഓളം സ്കൂളുകളാണ് ഇവിടെ പങ്കെടുത്തത്. സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാ രീതിയിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓർത്തിരിക്കാൻ ഒത്തിരി സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന് തിരശ്ശീല വീണത്. 24 ഒമാൻ. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പാസ്പോർട്ട് വിതരണം ആരംഭിച്ചു. ആദ്യ സെറ്റ് പാസ്പോർട്ട് കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അപേക്ഷകർക്ക് കൈമാറി. VFSന്റെ സേവന കരാർ 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായി കോൺസൽ ജനറൽ അറിയിച്ചു. വ്യക്തിഗത വിശദാംശങ്ങളും ബയോമെട്രിക് വിവരങ്ങളും അടങ്ങിയ ചിപ്പ് ഘടിപ്പിച്ച ഇലക്ട്രോണിക് പാസ്പോർട്ടുകളുടെ വിതരണം സൗദിയിൽ റിയാദിന് പിന്നാലെ ജിദ്ദയിലും ആരംഭിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ആദ്യ സെറ്റ് പാസ്പോർട്ടുകൾ അപേക്ഷകർക്ക് കൈമാറി. 10 വർഷത്തെ കാലാവധിയുള്ള ഈ പാസ്പോർട്ടുകളുടെ ഫീസിൽ മാറ്റമില്ല. നിലവിലുള്ള പാസ്പോർട്ടുകൾക്ക് കാലാവധി തീരുന്നതുവരെ സാധുതയുണ്ടായിരിക്കുമെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു. പേര്, പാസ്പോർട്ട് നമ്പർ, ജനനത്തീയതി, ഫോട്ടോ, വിരലടയാളം തുടങ്ങിയ ബയോമെട്രിക് വിശദാംശങ്ങൾ അടങ്ങിയതാണ് ചിപ്പ്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വേഗത്തിലുള്ള പ്രോസസ്സിംഗിനും എംബഡഡ് ചിപ്പുള്ള ആഗോള നിലവാരത്തിലുള്ള ഈ പാസ്പോർട്ടുകൾ പ്രയോജനപ്പെടും. മുൻകവറിന് താഴെയുള്ള സ്വർണ്ണ നിറത്തിലുള്ള ചെറിയ ചിഹ്നം പ്രത്യക്ഷത്തിൽ തന്നെ ഈ പാസ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നു. ഒക്ടോബർ 24 മുമ്പ് അപേക്ഷ സമർപ്പിച്ചവർക്ക് പഴയ പാസ്പോർട്ടുകൾ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. അതേസമയം പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ പുറംകരാർ സ്ഥാപനമായ VFSന്റെ കരാർ 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായി കോൺസൽ ജനറൽ അറിയിച്ചു. പുറംകരാർ മറ്റൊരു കമ്പനിക്ക് കൈമാറാൻ ധാരണയായിരുന്നെങ്കിലും അവരുടെ സേവനം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് VFSുമായുള്ള കരാർ പുതുക്കിയത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സ്വർണ്ണവില കുത്തനെ കൂടിയതോടെ ഖത്തറിലെ ജ്വല്ലറികളിൽ പരിശോധനകൾ ശക്തമാക്കി. വിപണിയിലെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ 9 ജ്വല്ലറികൾക്കെതിരെ നടപടിയെടുത്തതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ നേരിയ ചാഞ്ചാട്ടത്തിന് ശേഷം സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണമെത്തുന്ന ഗൾഫ് വിപണികളിലും വലിയ ചർച്ചയാവുകയാണ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 460 റിയാലും 24 ക്യാരറ്റ് സ്വർണത്തിന് 495 റിയാലുമാണ് ഇന്ന് ഖത്തർ വിപണിയിലെ സ്വർണ്ണ നിരക്ക്. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പിനിടെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സ്വർണ്ണ വ്യാപാരികൾ നടത്തുന്ന പലതരത്തിലുള്ള കൃത്രിമത്വങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമാക്കിയാണ് മന്ത്രാലയം പരിശോധനകൾ ഊർജിതമാക്കിയത്. ചില ജ്വല്ലറികൾ സ്റ്റോക്ക് കുറച്ചു കാണിക്കുകയും വിൽപ്പനയോട് വിമുഖത കാണിക്കുകയും ചെയ്യുന്നതായി ഉപഭോക്താക്കളിൽ നിന്ന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഉൽപ്പന്നങ്ങൾ മറച്ചുവെച്ച് വിൽപ്പന നടത്തിയ 9 ജ്വല്ലറികൾക്കെതിരെ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം നടപടിയെടുത്തിട്ടുണ്ട്. ആകെ 94 സ്വർണ്ണക്കടകളിൽ നടത്തിയ പരിശോധനകളിൽ 9 കടകൾ സ്വർണ്ണ ഉൽപ്പന്നങ്ങൾ മറച്ചുവെച്ച് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്താതെ തിരിച്ചയച്ചതായി കണ്ടെത്തി. വില കൃത്രിമമായി നിയന്ത്രിച്ച് വിപണിയിൽ നിന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള 2008 നിയമത്തിലെ 10-ാം ആർട്ടിക്കിളിന്റെ വ്യക്തമായ ലംഘനമാണ് നടന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിപണി വില നിയന്ത്രിക്കുക, നിർദ്ദിഷ്ട അളവുകളോ അധിക സാധനങ്ങളോ വാങ്ങാൻ നിർബന്ധിക്കുക, പരസ്യപ്പെടുത്തിയ വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ജ്വല്ലറികളിൽ കണ്ടെത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ കടകളുടെ പേരിൽ പരിശോധനാ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആവശ്യമായ നിയമ നടപടികൾ ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിപണിയിലെ സ്ഥിരതയെയും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും ബാധിക്കുന്നതാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വിപണിയിൽ നീതിയും വ്യക്തതയും ഉറപ്പാക്കുന്നതിനായി സ്വർണ്ണക്കടകൾ കേന്ദ്രീകരിച്ച് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളോ നിയമവിരുദ്ധ നടപടികളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 16001 എന്ന നമ്പരിലോ മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിലെ അബ്ഹയിൽ നടന്ന 3ാമത് ഖമീസ് പ്രീമിയർ ലീഗ് സമാപിച്ചു. ഫൈനലിൽ ഡ്രാക്കാരി ടീം ജേതാക്കളായി. 12 ടീമുകളിലായി 156 കളിക്കാർ ടൂർണമെന്റിൽ പങ്കെടുത്തു. അസീർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് KPL സീസൺ 3 സംഘടിപ്പിച്ചത്. 3 ആഴ്ചകളിലായി കമ്മീസ് മുഷീത്ത് അൽ ഹദഫ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. ഫൈനലിൽ കിങ്സ് 11 കമ്മീഷനെ തോൽപ്പിച്ച് ഡ്രാക്കാരി ടീം കിരീടം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഡ്രാക്കാരി 4 വിക്കറ്റിന് 64 റൺസും മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിങ്സ് 11 കമ്മീഷ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺസും നേടി. മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ്, മികച്ച ബൌളർ എന്നീ പുരസ്കാരങ്ങൾ ഡ്രാക്കാരിയിലെ ഷഫീഖ് സ്വന്തമാക്കി. മാംഗ്ലൂർ ഫൈറ്റേഴ്സിലെ നിസാർ മംഗലാപുരമാണ് മികച്ച ഫീൽഡർ. 1ഉം 2 സ്ഥാനക്കാർക്ക് ലെന ഇന്റർനാഷണൽ സ്കൂളും അബീർ മെഡിക്കൽ ഗ്രൂപ്പും നൽകിയ ക്യാഷ് പ്രൈസും ട്രോഫിയും മുഖ്യാതിഥിയായി പങ്കെടുത്ത കമ്മീഷ് ഗവർണറേറ്റ് അണ്ടർ സെക്രട്ടറി സാദ് അഹമ്മദ് അൽ ഷഹ്റാനി സമ്മാനിച്ചു. അസീർ ഗവർണർ പ്രിൻസ് തുർക്കി ബിൻ തലാലിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഗവർണറേറ്റിൽ നിന്നും 20 ബസ്സുകളും മുഴുവൻ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സഹായവും റെഡ് ക്രസന്റ് സഹായവും അനുവദിച്ചിരുന്നതായി KPL ചെയർമാൻ അഷ്റഫ് കുറ്റിച്ചൽ പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. GCC മലയാളികൾക്കിടയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ സൗദിയിലെ സിഫ് ചാമ്പ്യൻസ് ലീഗ് നവംബർ 7-ന് തുടങ്ങും. ജിദ്ദയിൽ നടക്കുന്ന ടൂർണമെന്റിൽ 27 ടീമുകൾ മാറ്റുരയ്ക്കും. ഇന്ത്യയിൽ നിന്ന് പ്രമുഖ ദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയും. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ 21ാമത് ചാമ്പ്യൻസ് ലീഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നവംബർ 7-ന് ജിദ്ദയിലെ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്കാണ് ഉദ്ഘാടനം. 11 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 3 ഡിവിഷനുകളിലായി 27 ടീമുകൾ പങ്കെടുക്കും. പ്രവാസികളുടെ അവധി പരിഗണിച്ച് വെള്ളിയാഴ്ചകളിലാണ് മത്സരങ്ങൾ നടക്കുക. ജനുവരി 16-നാണ് ഫൈനൽ. എ ഡിവിഷനിൽ 6 ക്ലബ്ബുകളും ബി ഡിവിഷനിൽ 16 ക്ലബ്ബുകളും ഡി ഡിവിഷനിൽ 5 ക്ലബ്ബുകളുമാണ് പങ്കെടുക്കുന്നത്. എല്ലാ നിലയിലും ഈ പ്രാവശ്യത്തെ ടൂർണമെൻറ്റ് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂർണമെൻ്റായി കളിയായി മാറ്റാൻ സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ആകെ 851 താരങ്ങൾ കളത്തിലിറങ്ങും. ISL, ഐ ലീഗ്, സന്തോഷ് ട്രോഫി താരങ്ങളുടെ വലിയ നിര തന്നെ വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങുമെന്നും സിഫ് പ്രസിഡന്റ് ബേബി നിലാംബ്ര, ജനറൽ സെക്രട്ടറി നിസാം പമ്പാട്, ട്രഷറർ അൻവർ വല്ലാഞ്ചിറ എന്നിവർ അറിയിച്ചു. ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ജേഴ്സി പ്രകാശനവും ഫിക്സർ റിലീസിംഗും ജിദ്ദയിൽ നടന്നു. അബ്ദുൽ നാഫി കുപ്പനത്താണ് ട്രോഫി അനാച്ഛാദനം ചെയ്തത്. സാമൂഹിക, സാംസ്കാരിക, വ്യവസായ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.
ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായി 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യ ഓണസദ്യ ഒരുക്കി. സ്വദേശികളും വിദേശികളുമായ നിരവധി പ്രമുഖർ തൊഴിലാളികൾക്കൊപ്പം BMCയിലെത്തി ഓണസദ്യ കഴിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായുള്ള സൗജന്യ ചാരിറ്റി ഓണസദ്യയാണ് ഇവിടെ നടന്നുവരുന്നത്. തുടർച്ചയായ 4ാം വർഷമാണ് ബഹ്റൈൻ മീഡിയ സിറ്റി വിവിധ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്കായി സൗജന്യ ചാരിറ്റി ഓണസദ്യ നൽകി വരുന്നത്. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2025 ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത്, ജനറൽ കൺവീനർ ബിപിൻ വർഗീസ്, ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, മറ്റ് സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ 30 ദിവസം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടിയായ BMC ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായി വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള താഴ്ന്ന വരുമാനക്കാരായ 1200-ലധികം തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കിയ സൗജന്യ ഓണസദ്യയും ഓണാഘോഷവും ശ്രദ്ധേയമായി. ഒക്ടോബർ 17 രാവിലെ 11 മണി മുതൽ ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച പരിപാടിയിൽ ബഹ്റൈൻ വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ കമ്മിറ്റി ചെയർമാനും പാർലമെന്റ് അംഗവുമായ ഹിസ് എക്സലൻസി ഡോക്ടർ ഹസനീദ് ബുഖാമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ ബഹ്റൈൻ ഫിലാന്തലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ ഹിസ് എക്സലൻസി മുഹമ്മദ് ഹുസൈൻ ജനാഹി, അൽ ഖദീസിയ യൂത്ത് എംപവർമെന്റ് സെന്റ് പ്രസിഡന്റ് യൂസഫ് ജറ അൽ ദോസരി, ശ്രീലങ്കൻ അംബാസിഡർ ഹെർ എക്സലൻസി ഷാനിക ദിസ നായേക, നേപ്പാൾ അംബാസിഡർ ഹിസ് എക്സലൻസി തീർത്ഥരാജ് വാങ്ക്ലെ, ബംഗ്ലാദേശ് അംബാസിഡർ ഹിസ് എക്സലൻസി MT റൈസ് ഹസൻ സരോവർ എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു. To everyone who's celebrating it. Thank you very much. At Bharat Media City, we are celebrating 30 days Onam celebration. As a part of it, today is the 1200 brethren from various labor camps attending over here. Excellencies, thank you for coming and see we are enjoying with our workers having the Honor Sadhya today and most of the people are here. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനെല്ലത്ത്, ജനറൽ കൺവീനർ ബിപിൻ വർഗീസ്, ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, ജോയിന്റ് കൺവീനർമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളും സംഘാടക സമിതി അംഗങ്ങളും BMCയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഓണസദ്യയ്ക്കായി നടത്തിയത്. ബഹ്റൈനിലെ വിദേശികളും സ്വദേശികളും അടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും തൊഴിലാളികൾക്കൊപ്പം ഓണസദ്യ ആസ്വദിക്കാൻ എത്തിയിരുന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ഒരുക്കിയ വിവിധ കലാപരിപാടികളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ജാതിമത ഭേദമന്യേ നിരവധി തൊഴിലാളികളും സ്വദേശി വിദേശി പ്രമുഖരുമാണ് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായുള്ള സൗജന്യ ചാരിറ്റി ഓണസദ്യ കഴിച്ച് മനസ്സും വയറും നിറച്ച് സന്തോഷത്തോടെ മടങ്ങുന്നത്. ക്യാമറാമാൻ പ്രഗീഷ് ബാലയ്ക്കൊപ്പം ഷോണിമ മന്മഥൻ, 24 ബഹ്റൈൻ. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ഓണം ആഘോഷിച്ചു. മലാസിൽ നടന്ന പരിപാടിയിൽ ആക്ടിംഗ് പ്രസിഡന്റ് ജലീൽ ആലപ്പുഴ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മീഡിയ ഫോറം മുൻ ഭാരവാഹികളെ ആദരിച്ചു. VJ നസ്രുദ്ദീൻ, ഷംനാദ് കരുനാഗപ്പള്ളി, KM കനകലാൽ, ജലീൽ ആലപ്പുഴ എന്നിവർക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, ഷംനാദ് കരുനാഗപ്പള്ളി, ട്രഷറർ മുജീബ് ചങ്ങനകുളം, റിംഫ് രക്ഷാധികാരി VJ നസ്രുദ്ദീൻ, ഷക്കീബ് കൊളക്കാടൻ, ഷിബു ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ഷമീർ ബാബു, അഫ്താബ് റഹ്മാൻ, നാദിർ ഷാ റഹ്മാൻ, സുലൈമാൻ ഊരകം, നൌഫൽ പാലക്കാടൻ, ഷമീർ കുന്നുമ്മൽ എന്നിവർ നേതൃത്വം നൽകി. റിയാദിലെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ജിദ്ദയിൽ ഗൂഗ്ലീസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ സ്കൂളുകളിലെ ഫുട്ബോൾ ടീമുകളുടെ സംഗമം സംഘടിപ്പിച്ചു. ഗൂഗ്ലീസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2ന് മുന്നോടിയായിരുന്നു സംഗമം. ജിദ്ദയിലെ സിത്തീൻ റോഡിലുള്ള അൽ മഹർ സ്റ്റേഡിയത്തിൽ നവംബർ 14, 21, 28 തീയതികളിലാണ് ടൂർണമെന്റ്. ഇന്ത്യയുടെ മതേതരത്വം അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. PM ശ്രീയിൽ ഒപ്പുവെച്ചതുവഴി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും RSS അജണ്ടകൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ജിദ്ദയിലെ KMCC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ 33ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു പഴകുളം മധു. OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ പന്തളം അധ്യക്ഷനായി. OICC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അനിൽകുമാർ പത്തനംതിട്ട, മനോജ് മാത്യു അടൂർ, അഷ്റഫ് അഞ്ചാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അലി തേക്കുതോട്, ചാക്കോ വർഗീസ് എന്നിവരെ ആദരിച്ചു.
ഈവന്റ് മാനേജ്മെന്റ് രംഗത്തേക്ക് പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ കേരളത്തിൽ കോഴ്സ് തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈവന്റ് മാനേജ്മെന്റ് കേരള എന്ന പേരിൽ തൃശൂരിലാണ് പഠന സ്ഥാപനം തുറന്നത്. സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഈവന്റ് മാനേജർ എന്നാണ് കോഴ്സിന്റെ പേര്. ദേശീയ സ്കിൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സ്കിൽ കൌൺസിലിന്റെ അംഗീകാരമുള്ള കോഴ്സിൽ 20 സീറ്റുകളുള്ള 2 ബാച്ചുകളാണുള്ളത്. ബിരുദമോ അല്ലെങ്കിൽ +2വും 4 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.